കുറേ പേരെ വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. നമ്മളുടെ കെ ഫാമിലിയിലെ ദിയ കൃഷ്ണ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലിയിൽ ആര് എന്ത് സംഭവം പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് വിവാദത്തിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ദിയ കൃഷ്ണയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്കായാൽ പോലും അപ്പച്ചിയെ അടുത്ത് മാറിയിരിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് അതൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. പിന്നെ അഹാന കൃഷ്ണ, അഞ്ജയ് കൃഷ്ണ, അങ്ങനെ നിരവധി ആ വീട്ടിലുള്ള ആരൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അവർക്ക് എല്ലാവരുടെയും പേരിൽ നല്ല രീതിക്കുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം എയർലും ആയിരുന്നു. ഇതിനൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ഈ ദിയ കൃഷ്ണയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചേച്ചിയെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ചേച്ചിയെ കണ്ണുവിട്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ചേച്ചി ഇടുന്ന എല്ലാത്തിനും വിവാദങ്ങളും റിയാക്ഷൻ ചാനലും എല്ലാം വിപരീതമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അതേ രീതിയിലുള്ള അലിഗേഷൻസ് ആണ് നമ്മുടെ ദിയ കൃഷ്ണയായാലും എല്ലാവരും ഇതിനോത്തോട്ട് ആ സോഷ്യൽ മീഡിയയിലോട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചെറുതായിട്ട് നൊഴിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ. ആ ഒരു പുള്ളിക്കാരൻ കെ ഫാമിലിയിലെ ആ ഒരു ഓണർ തന്നെയാണ്. ആ പുള്ളിക്കാരൻ വലുതായിട്ടൊന്നും ഈ എയറിലോട്ട് ഇറങ്ങാൻ വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെതിരെ വലിയ വിമർശനങ്ങൾ വന്നിട്ടുമില്ല. ചേച്ചിമാരെതിരെ വരുന്ന നല്ല രീതിക്കുള്ള വിമർശനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ദിയ കൃഷ്ണയാണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോക്കകത്ത് കുറേ അധികം അലിഗേഷൻസ് ആണ് ദിയ കൃഷ്ണ പങ്കുവെക്കുന്നത്. ആ ഒരു അലിഗേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചു സംബന്ധിച്ച് തന്നെയാണ്. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഓൾറെഡി ഒരു വിവാദം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിവാദം കൂടെ ദിയ കൃഷ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞ് പ്ലാൻ ചെയ്ത് പറയുന്നത് അതോ അത് അറിയാതെ വീവായി അങ്ങ് വീഴുന്നതാണ്. അതായത് വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തൊന്നുമല്ല എടുക്കുന്നത്. ഒരു സിംഗിൾ ടേക്കിൽ അങ്ങ് പോവുക, സംസാരിച്ചങ്ങ് പോവുക, ആ വീട്ടിൽ നടന്ന സംഭവങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു പോകുന്നതിൻ്റെ ഒഴുക്കിലങ്ങ് പോയതാ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് എടുക്കുമല്ലോ. നമ്മൾ അഹാന കൃഷ്ണൻ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിൽ 4-5 പ്രാവശ്യം എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഈ വ്ളോഗിൻ്റെ ഒക്കെ തലത്തിൽ നിൽക്കുന്ന എല്ലാവരും നല്ല കണ്ണിങ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളെ നമുക്കറിയാം. അവരൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. കാരണം അതെല്ലാം വിവാദമായിട്ട് വരുമെന്ന് അവർക്കറിയാം. പക്ഷേ ഇവിടെയാണെങ്കിൽ വിവാദങ്ങൾ വരുന്ന ഡയലോഗുകളെല്ലാം അതേ കൂട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് കേട്ട് തന്നെ പോവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം അതിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അതിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പേ ചേച്ചി പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് കൊച്ചതൊക്കെ ഓർത്തിരിക്കുവോ? അതായത് ഒന്നാമത്തെ ഒരു പിറന്നാളെന്ന് പറയുമ്പോൾ അത് മെമ്മറബിൾ ആയിരിക്കണം. കാരണം ഒരു ആദ്യത്തെ ബർത്ത്ഡേ ആണ്, ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആകുമ്പോൾ തന്നെ അത് അത്രത്തോളം നല്ലതാക്കാൻ വേണ്ടിയാണ് സാധാരണ എല്ലാവരും ശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ ദിയ ചേച്ചി ഇതിനകത്ത് വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ കൊച്ചു ഓർത്തിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തിനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ചുമ്മാ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്? അതിലോട്ടൊക്കെ വരാം. ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും ചേച്ചി പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നത്. അതിനകത്തോട്ട് നമുക്ക് വരാം. അതിനു മുമ്പേ ചേച്ചി വേറൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം കൂടെ നിങ്ങളെ കേൾക്കണം. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു OC ടോക്കീസ്. ഒരു ഗ്രാൻഡ് വെൽക്കം ആണ്. കാരണം കുറച്ച് നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് ഞാനും കുറച്ച് തിരക്കും ഉഭയോസിയുടെ മാർക്കറ്റിങ്ങും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അതെ, ചേച്ചി ഓടി നടക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം നെഗറ്റീവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം വന്നപ്പോഴാണ് എൻ്റെ താഴത്തെ കമന്റ് ബോക്സിലോട്ട് എൻ്റെ നോട്ടം ഒന്ന് പോയത്. ആ കമന്റ് ബോക്സിൽ നല്ല രീതിക്കുള്ള നെഗറ്റീവ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു കമന്റ് ഞാനെന്ന് വെക്കാം, ആരൊക്കെ ഇവിടെ അൺസബ്സ്ക്രൈബ് ചെയ്തു, ഇവർ ഇവിടെ ലൈക്ക് അടിക്കൂ എന്ന് പറഞ്ഞൊരു കമന്റ് ആണ് വന്നിട്ടുള്ളത്. നർത്തനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്നാണ് ഏകദേശം 52 ലൈക്കാണ് ഈ ഒരു കമന്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 52 പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നാണോ അർത്ഥം? അതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഗൈസ്, ഷീ ഈസ് സോ ജോബ്ലെസ് ദാറ്റ് ഷീ സിറ്റ്സ് ആൻഡ് ഡിലീറ്റ്സ് എവരി സിംഗിൾ നെഗറ്റീവ് കമന്റ്സ്. അതായത് ചേച്ചി ആണെങ്കിൽ ജോലി ഇല്ലാതെ തന്നെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നെഗറ്റീവായിട്ട് വരുന്ന എല്ലാ കമന്റ്സും ചേച്ചി ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. ഏകദേശം 121 ലൈക്കാണ് ആ ഒറ്റ കമന്റിന് വന്നിട്ടുള്ളത്. അതായത് ചേച്ചിയാണെങ്കിൽ നല്ലത് പറയുന്ന കമന്റൊക്കെ പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതേ കൂട്ടി തന്നെ, അതായത് നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു കമന്റ് എന്ന് പറയുമ്പോൾ ചേച്ചി ഉപദ്രവിക്കില്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊക്കോട്ടെ എന്ന് പറയുന്നൊരു കമന്റാണ് ചേച്ചി പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേ സ്ഥാനത്ത് തന്നെ നെഗറ്റീവ് കമന്റ് വരുന്ന കുറേ നെഗറ്റീവ് കമന്റ്സ് ചേച്ചി മുക്കുന്നുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. എങ്ങനെ നെഗറ്റീവ് കമന്റ് വരാതിരിക്കും? അതായത് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലതെന്ന് പറയും. ചേച്ചിയുടെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറേ നാളുകൾ മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാ റിയാക്ഷൻ ചാനലും ചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു
നിന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള അലിഗേഷൻസ് ആണ് നമുക്ക് യോജിക്കാൻ ഒന്നും പറ്റാത്തത്. ചേച്ചി പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. വായിൽ നിന്ന് പോകുന്ന വാക്കും കൈവിട്ട് പോകുന്ന ആയുധം രണ്ട് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾ അത്രത്തോളം കണ്ണിങ് ആയിട്ട് മാത്രമേ ചെയ്യാവൂ. പ്രത്യേകിച്ച് ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും അതേകൂട്ട് തന്നെ ലക്ഷക്കണക്കിന് വ്യൂസുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടുമ്പോൾ അത്രയും കണ്ണിങ് ആയിട്ട് മാത്രമേ ചേച്ചി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാവൂ. വീണ്ടും വീണ്ടും വന്നിട്ട് നെഗറ്റീവ് കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വരിക തന്നെ ചെയ്യും, വഴിമാറി പോകത്തില്ല. വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞ കൂട്ടം തന്നെ കറക്റ്റ് റൂട്ട് വിളിച്ച് ഓട്ടോ വിളിച്ച് തന്നെ നമ്മുടെ അടുത്ത് വരും. എന്തായാലും ബാക്കി കേട്ടോക്കെ. വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അവരവസാനം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം ചേച്ചി എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? അതായത് കൊച്ചിനെയൊക്കെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹ കൂടുതൽ കൊണ്ടാണ്, കൊച്ചിൻ്റെ അടുത്തുള്ള സ്നേഹ കൂടുതൽ കൊണ്ട്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആരും അപ്പച്ചിയായാലും കയറി വന്ന ഉടനെ ആ കൊച്ചിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴാണ് കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ടുള്ളത് ഇശാനി കൃഷ്ണ. അപ്പോൾ ആ ഒരു കൊച്ചിനോടുള്ള സ്നേഹം കാരണമാണ് ഇവരൊക്കെ എടുത്തോണ്ട് പോകുന്നത്, അല്ലാതെ കിഡ്നാപ്പ് ഒന്നും ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി അല്ല. അപ്പോൾ പിന്നെ ആ സ്നേഹത്തോടെ എടുത്തോണ്ട് പോകുന്നതിന് ചേച്ചി കാണുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ പിടിച്ചോണ്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കൊച്ചിനെ എടുക്കുന്നത്. ആ ചേച്ചി ആദ്യമേ പറഞ്ഞാൽ ഓക്കെ, പക്ഷേ ചേച്ചിയുടെ റിലേഷൻസ് തന്നെയല്ലേ എടുത്തോണ്ട് പോകുന്നത്, ചേച്ചിയുടെ വീട്ടുകാർ തന്നെയല്ലേ എടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ അത് ഈ ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ചേച്ചിയുടെ കൊച്ച് അവരുടെയൊക്കെ ഒരു കൊച്ചിനെ പോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അവർ എടുത്തോണ്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് നമ്മുടെ അശ്വിൻ ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു നെഗറ്റീവൊക്കെ ഈ സോഷ്യൽ മീഡിയയിലോട്ട് പങ്കുവെക്കുമ്പോഴാണ് ഈ ആളുകൾ ഇതിനകത്ത് നെഗറ്റീവ് എങ്ങനെ കൊണ്ടിടാമെന്ന് നോക്കുന്നത്. നല്ലൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്താൽ പോലും അതിനകത്ത് നെഗറ്റീവ് അടിക്കുന്ന ഈ ഒരു സമയത്താണ് ഇത്രത്തോളമുള്ള അലിഗേഷൻസ് യൂട്യൂബിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് എനിക്ക് നെഗറ്റീവ് കമന്റ് വരരുത് എന്ന് ദിയാകൃഷ്ണ പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആ KK ഫാമിലി, പിന്നെ നമ്മുടെ സ്വന്തം അൻസിബ കൃഷ്ണ, അതിനുശേഷമാണെങ്കിൽ അഹാന കൃഷ്ണ, അതിനുശേഷം ദിയാകൃഷ്ണ, ഇശാനി കൃഷ്ണ ഈ ഇടയ്ക്കൊന്ന് ഏറി കയറിയെന്ന് പിന്നെ ചേട്ടൻ തന്നെ താഴോട്ട് പോയി. ഇവരുടെ ഈ റാഗിങ് സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നിലവിൽ കത്തി നിൽക്കുന്നത്. അതായത് ഈ അഹാന കൃഷ്ണയൊക്കെ ഈ കോളേജിൽ പഠിച്ചപ്പോൾ നല്ല രീതിക്കുള്ള റാഗിങ് സംഭവങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു ചേച്ചി ഇപ്പോൾ രംഗത്തുനിന്ന് കുറേ ഡീറ്റെയിൽസ് സംഭവങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവിടെ എയറിലേക്ക് കയറി പോയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, എന്തുവാടെ ഇവിടെ നടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെലിബ്രിറ്റി ഫാമിലികൾ എല്ലാം ഒന്നായിട്ട് ഏറി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ചേച്ചി പറയുന്നുണ്ട്, ഈ ഒരു സംഭവം കൂടെ നിങ്ങൾ കേൾക്കണം, കേട്ട് നോക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടിയാണ്, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവും നമുക്ക് മാറ്റിവിടും, അപ്പം തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും, ഇപ്പം ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ. ഓക്കെ, അവിടെ ഒരു പോയിന്റ് തന്നെയാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അശ്വിൻ ചേട്ടനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി കമന്റുകൾ വരുമെന്ന് ചേച്ചിക്കറിയാം, സ്വാഭാവികമാണ്. എല്ലാവരും ഒരേ ശബ്ദത്തോടെ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അശ്വിൻ എന്താണ് ഇതിനകത്ത് ഇടപെടാത്തത്, അശ്വിൻ എന്താണ് ഒരു റോള് കൊടുക്കാത്തത് എന്ന്. അപ്പോൾ ഇതിനെ തുടർന്നിട്ട് ഒരു കമന്റ് വരുന്നതിന് മുമ്പേ ചേച്ചി അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ഇട്ടിരിക്കുകയാണ്. അതായത് അശ്വിൻ ചേട്ടനും അതിന് താല്പര്യമില്ല, നമ്മൾ 3 പേരും കൂടെ ഉള്ളൊരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ ചേട്ടൻ്റെ ഫാമിലി എങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം മോശമായിപ്പോയി. സോഷ്യൽ മീഡിയ കൂടെ കണ്ടപ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നു. അപ്പോൾ പിന്നെ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ബാക്കി കേട്ടോ നോക്കാം. പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ എന്തായാലും കൊള്ളാം. കൊച്ചിന് ഗിഫ്റ്റുകളും സംഭവങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ കൊച്ചിന് ആ ഗിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ അത്യാവശ്യം ഗിഫ്റ്റ് സംഭവങ്ങളും കാശും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കൊച്ചു അത് വെച്ച് 2 ദിവസം കളിക്കും, അതിന് ശേഷം അതങ്ങ് കളയും. അപ്പോൾ ഇവരാണെങ്കിൽ ഫ്ലാറ്റിൽ കൊണ്ടുവെക്ക്, പൊടി പിടിക്ക്, മറ്റുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് ലോസ് അല്ലി വരുന്ന കാശിന് ലോസ് വരുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാണെന്ന് തോന്നുന്നു ചേച്ചി ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇവരുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു, ഈ ഫാമിലിയോട് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു. ഇപ്പോഴും പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും ഒന്നുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഈ ഒരു വീഡിയോ വഴി പറയുന്ന പല അലിഗേഷനോടും നമുക്ക്
നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ചില അലിഗേഷൻസിനോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന രീതിയിലേ അല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ചേച്ചിക്കും അറിയാം. പക്ഷേ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കണ്ണിങ് ആയിട്ടൊക്കെ ഇരുന്ന് തന്നെ എന്തായാലും കൊള്ളാം. ആ അപ്പച്ചിയുടെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആണെങ്കിൽ പോലും അത്രത്തോളം നെഗറ്റീവ് കയറിയതിന് ശേഷം മാത്രമാണ് ആ ഒരു സീനെ ഈ ചേച്ചി ഡ്രിം ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഇതിന് മുമ്പേ ചേച്ചിക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് മോശമാണെന്ന് തോന്നിയപ്പോൾ ഡ്രിം ചെയ്ത് കളയായിരുന്നു. ഓക്കെ, അത് ചേച്ചി ആ ഒരു അർത്ഥം വെച്ചല്ലായിരിക്കും അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആൾക്കാർ കണക്ക് കൂട്ടിയത് അവർ പാവപ്പെട്ടവർ, നിങ്ങൾ പണക്കാരും ആയതുകൊണ്ട് തന്നെ ആ ഒരു വൃത്തികെട്ട സാരിയും കൊണ്ട് അങ്ങനെ കയറി കഴിയുന്നത് നിങ്ങൾക്ക് ഒരു കുറച്ചിൽ എന്ന രീതിയിലാണ് ആൾക്കാർ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇതൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയക്കുക തന്നെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തൊക്കെ. അപ്പോൾ നല്ല ടോപ്പിക്കായിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, സ്റ്റേറ്റ് പോകാൻ പഠിച്ചത് നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.